നമ്മൾ ഈ ഇസ്ലാമിക് നാറ്റോ എന്ന പ്രയോഗം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒന്നാണ്. സൗദി അറേബ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കാൻ പോകുന്നു. അതിൽ പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാൻ നമ്മുടെ തൊട്ട അയൽ രാജ്യമാണ്. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശ് എന്ന വളരെ പ്രധാനപ്പെട്ട നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള രാജ്യം. ഇസ്ലാമിക് നാറ്റോ എന്ന ഈ പ്രയോഗം അത് ഒരു മക്ക ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഒരു ത്രികക്ഷി സുരക്ഷാ സഖ്യം രൂപപ്പെട്ടതിനെ ചിലർ വിളിക്കുന്നതാണ്. സൗദി അറേബ്യയുടെ വമ്പിച്ച സാമ്പത്തിക ശേഷി, തുർക്കിയുടെ അത്യാധുനിക സൈനിക വ്യവസായ സാങ്കേതികവിദ്യ, പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളൊക്കെ ചേരുമ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയുള്ള ഒരു ഫോഴ്സായി മാറും എന്നാണ് ചില വിലയിരുത്തലുകൾ. പക്ഷേ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ പേർഷ്യൻ ഗൾഫൊക്കെ കടന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ബംഗാൾ ഉൾക്കടൽ മേഖലയിലേക്കും എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കരാറിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള സൂചനകൾ പല റിപ്പോർട്ടുകളിലും കാണാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സുരക്ഷാ സഖ്യത്തിൽ ബംഗ്ലാദേശ് ചേരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള അഭ്യൂഹങ്ങൾ ന്യൂഡൽഹിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ സംശയമില്ല. നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ബംഗ്ലാദേശ് നമ്മളുമായി വളരെ അടുത്ത സഖ്യം രൂപീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്, സംശയമില്ല. വ്യാപാര ബന്ധമൊക്കെയുണ്ട്. പക്ഷേ അവിടുത്തെ പുതിയ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം നൽകിയതുമൊക്കെ ബന്ധപ്പെട്ട് പുതിയ ഭരണകൂടം നമ്മളുമായി അത്ര രസത്തിലല്ല. ഇന്ത്യയുടെ കിഴക്കൻ അയൽപക്ക സുരക്ഷയുടെ സുപ്രധാന ഘടകമാണ് ബംഗ്ലാദേശ്. അങ്കാറ, റിയാദ്, ഇസ്ലാമാബാദ് സൈനിക സഖ്യത്തിൻ്റെ ഭാഗമായാൽ അതെന്ത് പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് നാറ്റോയിൽ ബംഗ്ലാദേശ് ചേരുമോ എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ധാക്കയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഭരണമുറപ്പിക്കുന്നതിന് പിന്നാലെ ബംഗ്ലാദേശിൻ്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ആദ്യം എന്ന പ്രഖ്യാപിത നയത്തിൻ്റെ കീഴിൽ തന്ത്രപരവും സുരക്ഷാപരവുമായ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാനാണ് ധാക്കയിലെ ഭരണകൂടം ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യയെ അമിതമായി ആശ്രയിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി സഞ്ചരിക്കാനാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. അതെന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്കൊന്നുകൂടി വിശദമാക്കാം. ഇസ്ലാമാബാദുമായി ധാക്ക ഒരേ സമയം ശ്രദ്ധേയമായ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, സംശയമില്ല. ഉഭയകക്ഷി വ്യാപാര സംഭാഷണങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള സമുദ്ര ബന്ധം അത് പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർ ഉൾപ്പെടുന്ന ഈ സാമ്പത്തിക അല്ലെങ്കിൽ പ്രതിരോധ ചട്ടക്കൂടുകളിൽ പങ്കെടുക്കുന്നതിന് ധാക്ക പോസിറ്റീവായുള്ള നിലപാട് നിലനിർത്തുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇതിൻ്റെ ആദ്യ പരസ്യ പ്രതികരണം വന്നത് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് കൂടിയായ ഹുമയൂൺ കോബിർ എൻ്റെ വാക്കുകളിലൂടെയാണ്. അത്തരം ക്രമീകരണങ്ങൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾക്കും പരമാധികാരത്തിനും അനുസൃതമാണെങ്കിൽ ആ പ്രസ്താവന കാര്യമായ നയതന്ത്ര പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകും എന്നാണ് പറഞ്ഞത്. ബംഗ്ലാദേശിലെ സൗദി അംബാസിഡർ മുഹമ്മദ് ബിൻ സൽമാൻ്റെ വ്യക്തിപരമായ ക്ഷണം പ്രധാനമന്ത്രി താരിഖ് റഹ്മാന് റിയാദിലേക്കുള്ള ഒരു ഔദ്യോഗിക സന്ദർശനത്തിനായി നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് കൂട്ടി വായിക്കണം. ഈ മാസം സൗദിയിൽ സ്ഥാപിതമായ മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് അലയൻസിൻ്റെ സ്ഥാപക അംഗമാകുന്നതിലൂടെ സൗദി നയിക്കുന്ന സുരക്ഷാ ഘടനകളിൽ സംയോജിപ്പിക്കാനുള്ള സന്നദ്ധയും ബംഗ്ലാദേശ് പ്രകടിപ്പിക്കുകയാണ്. അതേസമയം തുർക്കിയിലെ ഭരണകക്ഷിയായ എർദോഗൻ്റെ പാർട്ടിയായ AK പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവർ മക്ക സുരക്ഷാ കരാർ എന്ന ബംഗ്ലാദേശിനെ അതിൽ ഉൾപ്പെടുത്തുക എന്ന ആശയം സജീവമായി പങ്കുവെക്കുന്നത്. അതായത് പാകിസ്ഥാന് താല്പര്യമാണ്, സൗദിക്ക് താല്പര്യമാണ്, ഇപ്പോൾ തുർക്കിക്കും താല്പര്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയുള്ള ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സ്ഥാനം വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തുർക്കി അതിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. സൈനിക കയറ്റുമതിക്കുള്ള ഒരു പ്രധാന വിപണിയായി, ഒപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുർക്കിയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായും അവർ ബംഗ്ലാദേശിനെ കാണുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ഒന്നല്ല. 2030 സേനാ നവീകരണ സംരംഭത്തിൻ്റെ ഭാഗമായി തുർക്കി തങ്ങളുടെ ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും നാവിക കോർവെറ്റുകളും ബംഗ്ലാദേശ് സായുധ സേനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊരു കാര്യം, ഈ സഖ്യത്തിൽ ചേരുന്നത് ബംഗ്ലാദേശിന് അത്ര എളുപ്പമാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും മക്ക കരാർ പോലെയുള്ള ഒരു നിരുപാധിക പരസ്പര പ്രതിരോധ കരാറിൽ ബംഗ്ലാദേശ് ഒപ്പുവെക്കുമെന്ന് അനുമാനിക്കുന്നതിന് മുൻപ് ചില ജാഗ്രതകൾ കൂടി അവർ പാലിക്കേണ്ടി വരും എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഒരു കൂട്ടായ സുരക്ഷാ ചട്ടക്കൂടിലെ പൂർണ്ണ അംഗത്വം ധാക്കയ്ക്ക് അത്ര സുഖകരമായ ഒന്നായിരിക്കില്ല. പ്രത്യേകിച്ചും ഇവരൊരു ചേരിചേരാ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ നയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെയാണ് ഇവർ ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് നീങ്ങുക എന്നുള്ള പ്രധാനപ്പെട്ട ഒന്ന്. അത് മാത്രമല്ല,
ഇന്ത്യയുമായി ഏറെ ബന്ധമുള്ള ഒരു രാജ്യം, അമേരിക്കയുമായി ഏറെ ബന്ധമുള്ള ഒരു രാജ്യം, യൂറോപ്പുമായും അമേരിക്കയുമായും ഒക്കെ റെഡിമെയ്ഡ് വസ്ത്ര കയറ്റുമതി, ഇന്ത്യയുമായി വ്യാപാര ബന്ധമുള്ള വൈദ്യുതി പ്രക്ഷേപണമൊക്കെയുള്ള ഗതാഗത ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു കൂട്ടായ്മയിലേക്ക് പോകുന്നത് അത് ഇന്ത്യക്കെതിരായ ശത്രുതാപരമായ ഒരു കൂട്ടായ്മയാണ്, സംശയമില്ല. നമുക്കറിയാം പാകിസ്ഥാനും തുർക്കിയും നമുക്കെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അത് ഇത്തരം വ്യാപാര ബന്ധങ്ങൾക്ക് അത്ര സുഖകരമായ ഒന്നായിരിക്കില്ല എന്നുള്ള വിലയിരുത്തലും വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അവിടെയാണ് ഈ കരാറിലേക്ക് ഇവരെത്തുമോ എന്നുള്ള ചോദ്യം പ്രധാനമായും നയതന്ത്ര വിദഗ്ധർ ചോദിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും അവർക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പാകിസ്ഥാനുമായി ബന്ധമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തുർക്കിയുമായി ബന്ധമുണ്ട്, സൗദിയുമായി ബന്ധമുണ്ട്. അവിടെയാണ് ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി എന്താണ് നമ്മളുടെ കൺസേൺ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നത്. ഇന്ത്യൻ ദേശീയ സുരക്ഷാ സംവിധാനത്തിന് മുന്നിൽ ഒരു വെല്ലുവിളി ഉണ്ടോ ഈ വിഷയത്തിൽ? പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി പ്രദേശം സുരക്ഷിതവും ശാന്തവുമായിരുന്നു. നമുക്കറിയാം പാകിസ്ഥാനുമായുള്ള ലൈൻ ഓഫ് കൺട്രോൾ LOC, ചൈനയുമായുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC എന്നീ അതിർത്തികളിൽ തങ്ങളുടെ തന്ത്രപ്രധാന വിഭവങ്ങൾ കേന്ദ്രീകരിക്കാൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ നയങ്ങളിൽ ധാക്ക വരുത്തുന്ന മാറ്റം ഈ സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചേക്കാം എന്നുള്ള വിലയിരുത്തലുകളും ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും നിർണായകവും തന്ത്രപ്രധാനവുമായ ഭൂമിശാസ്ത്രപരമായ പാതയാണ് സിലിഗുരി ഇടനാഴി. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയുടെ ഇടുങ്ങിയ ഭാഗത്തിന് വെറും 22 കിലോമീറ്റർ മാത്രമാണ് വീതി. സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശ് പാകിസ്ഥാനുമായും തുർക്കിയുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ കിഴക്കൻ അതിർത്തിയിൽ ശത്രുതാപരമായ വിദേശ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളെ നേരിടേണ്ട സാഹചര്യം നമുക്കുണ്ടായേക്കാം എന്നാണ് വിലയിരുത്തൽ. വടക്കുകിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് അതിർത്തിക്കപ്പുറം സുരക്ഷിത താവളങ്ങളും സഹായങ്ങളും ലഭിക്കുന്ന കാലത്ത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കടുത്ത വെല്ലുവിളി നേരിട്ടിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള ബന്ധം ഇസ്ലാമാബാദുമായും തുർക്കിയുമായും ബംഗ്ലാദേശ് സ്ഥാപിക്കാൻ പോയാൽ അത് വലിയ തോതിൽ ഇന്ത്യക്കും കൺസേൺ ആകേണ്ട ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമ്മൾ ജാഗ്രതയോടെ ഈ വിഷയത്തെ സമീപിക്കുകയാണ്. പാകിസ്ഥാനെ പോലെയുള്ള ഇന്ത്യക്കെതിരെ ശത്രുരാജ്യമായ സ്ഥലത്ത് നിന്ന് ഉള്ള പിന്തുണ ബംഗ്ലാദേശിന് കിട്ടുന്നൊരു സാഹചര്യം ഒരുങ്ങിയാൽ രണ്ട് രാജ്യങ്ങൾക്കും ദോഷമാണ്, സംശയമില്ല. ബംഗ്ലാദേശ് സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേക്കാൾ അധികം വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ നമ്മളുമായി ഉണ്ട്. പക്ഷേ നമ്മളെ സുരക്ഷിതരാക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ട്. അതിനുള്ള എല്ലാ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു ഭരണകൂടം കൂടിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്, വിദേശകാര്യ മന്ത്രാലയം അടക്കം. ബംഗ്ലാദേശ് ചേർന്നാലും ഇല്ലെങ്കിലും അതിനെ കൃത്യമായി നേരിടാൻ നമുക്കറിയാം എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.